Hello my dear students, welcome back. നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റ് ഫോർത്ത് സെമ്മിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് സെഷനാണ്. ഇതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻട്രഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ BBA എന്നുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും അത് ഈ ഒരു സബ്ജക്റ്റ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോയാലും നിങ്ങൾ എന്തായാലും ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്കായിരിക്കും നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയേക്കാം. അപ്പോൾ ഏതൊരു ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴും ആ ബിസിനസ് പരമായിട്ടുള്ള രീതിയിലുള്ള നിയമവശങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിയമവശങ്ങളാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. കമ്പനീസ് ആക്ട്, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ബിസിനസ് ലോ പഠിച്ചു അല്ലേ? ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നിയമവശങ്ങൾ നോക്കണം, ഇനി ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ നോക്കണം എന്നുള്ളതാണ് കമ്പനീസ് ആക്ട് ഇതിൽ പറയുന്നത്, ഈ കോർപ്പറേറ്റ് റെഗുലേഷനിൽ പറയുന്നത്. അല്ല, ആദ്യം നമുക്ക് ഇന്ത്യൻ കമ്പനി ലോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് വളരെ കാലം മുന്നേ 1950 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട് 1844 ബേസ് ചെയ്തിട്ടാണ് അത് ഫോം ചെയ്തത്. പക്ഷേ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ശേഷം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, അതിനെ ഭേദഗതി വരുത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പേരാണ് ബാധ കമ്മിറ്റി. CH ബാധ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് അമെൻമെൻറ്റ്സ് ഒക്കെ നടത്തി നമ്മൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് 1956 ഓക്കെ. പിന്നീട് അതിന് ശേഷം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ കമ്പനീസ് ആക്ടിൽ ഉണ്ടായില്ല. പക്ഷേ നമ്മളുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ബിസിനസ്സുകളിൽ നിന്നും ഒരുപാട് ഫോം ചെയ്യുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും IT സെക്ടറൊക്കെ ബൂമിങ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി, 2009 അപ്പോൾ നോക്കൂ, 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഫോം ചെയ്ത ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 2009 നമ്മളുടെ പാർലമെൻറ്റിൽ ഒരു കമ്പനി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മളുടെ ആ ഒരു കമ്പനീസ് ആക്ടിൽ ഒരുപാട് അമെൻമെൻറ്റ്സ് വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ കമ്പനി ബില്ലിനെ വിഡ്രോ ചെയ്തുകൊണ്ട്, കാരണം ഒരുപാട് അമെൻമെൻറ്റ്സ് വേണ്ടി വന്നു, അപ്പോൾ പുതിയൊരു ബില്ല് 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പുതിയ കമ്പനി ബില്ല് ആദ്യം ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിനെ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ 2012 ലോകസഭ അതിനെ പാസ് ചെയ്തു. പിന്നെ രാജ്യസഭ 2013 അതിനെ പാസ് ഔട്ട് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോഴുള്ള നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഫോം ചെയ്യുന്നത്. അങ്ങനെ 2013 രാജ്യസഭയും കൂടി പാസ് ചെയ്തിട്ടുള്ള കമ്പനി ബില്ല് പിന്നീട് നമ്മുടെ ഹോണറബിൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ സമ്മതത്തോടു കൂടിയിട്ട് ഓഗസ്റ്റ് 29, 2013 ഇന്ത്യ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ടു. ഓക്കെ, അത് ഓഗസ്റ്റ് 30, 2013 അത് കമ്പനി ആക്ട് 2013 എന്ന രീതിയിൽ അറിയപ്പെട്ടു. ഓക്കെ, ഇനി ഈ ആക്ട് പിന്നീട് എൻഫോഴ്സ് ചെയ്യുന്നത് 1 ഏപ്രിൽ 2014 ഈ ഡേറ്റ്സൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചേക്കാം. ഓണറബിൾ പ്രസിഡൻറ്റ് അംഗീകരിച്ചത് ഓഗസ്റ്റ് 29, 2013. അത് ഇന്ത്യൻ ഗസറ്റിൽ വന്നത് ഓഗസ്റ്റ് 30, അതായത് പിറ്റേ ദിവസം 2013. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 എന്ന പേരിലാണ് വന്നത്. അപ്പം നേരത്തെ നമ്മളുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 470 സെക്ഷൻസും 7 ഷെഡ്യൂൾസാണ് ഉണ്ടായിരുന്നത്. ഈ ആക്ടിൽ, പുതിയ ആക്ടിൽ 2013 ആക്ടിൽ 470 സെക്ഷൻസും 7 ഷെഡ്യൂൾസാണ്. നേരത്തെ നമ്മളുടെ 1956 ആക്ടിൽ 658 സെക്ഷൻസും 15 ഷെഡ്യൂൾസായിരുന്നു. അപ്പോൾ അത് കുറച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്
അല്ല, ആദ്യത്തെ ഒബ്ജക്റ്റീവ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളുടെ പഴയ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഒരുപാട് പോർഷൻസിൻ്റെ കണ്ടൻറ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കുറേ പോർഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്തു. പിന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ഈ ഒരു കമ്പനീസ് ആക്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗവേണൻസിൽ, ഇ മാനേജ്മെൻറ്റ്, കാരണം ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വരവോട് കൂടിയിട്ട് ഇ മാനേജ്മെൻറ്റിനെ ഉൾപ്പെടുത്തി. പിന്നെ നമ്മളുടെ കമ്പനീസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ വേണം, നമ്മളെ നോംസ്, ഓഡിറ്റേഴ്സിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് എങ്ങനെ വേണം, അതൊക്കെ പുതിയതായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചു. പിന്നെ നമ്മളുടെ കോർപ്പറേറ്റ് സെക്ടർ അവർ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റി വളരെ ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ട് എന്തൊക്കെ വേണം. പിന്നെ പുതിയ പല കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1 person കമ്പനി, സ്മോൾ കമ്പനീസ്, ഡോർമാൻ കമ്പനി എന്നൊക്കെ, അതൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന എന്താണ് ഇൻസൈഡ് ട്രേഡിംഗ്, ഫോർവേഡ് ഡീലിങ്സ്, നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസൈഡ് ട്രേഡിംഗ്, ഫോർവേഡ് ഡീലിങ്സുമായിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഹിബിഷൻസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ എൻഫോഴ്സ്മെൻറ്റ്സ് ഒക്കെ ഈ പുതിയ കമ്പനി ആക്ട് 2013 ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഫോം ചെയ്തു. ഓരോരുത്തർക്കും സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റർപ്രീനർഷിപ്പ് എൻകറേജ് ചെയ്യുക, അതിലൂടെ നമ്മുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കമ്പനി ഡെവലപ്മെൻറ്റ് വളരെ ഫ്ലെക്സിബിളും സിമ്പിളാക്കുക. പിന്നെ പുതിയ പല പ്രൊവിഷൻസ് നമ്മുടെ ഈ കോർപ്പറേറ്റ് സെക്ടറിൽ വളരെ ഡൈനാമിക്കായിട്ട് പെട്ടെന്ന് തന്നെ അവർ എന്ത് ആവശ്യങ്ങൾ വന്നാലും അതിനെ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യാനുള്ള പുതിയ പ്രൊവിഷൻസും കൺസെപ്റ്റ്സ്, റൂൾസ് കൊണ്ടുവരിക. പിന്നെ പറയുന്ന ഓഡിറ്റേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങളിൽ അത് കുറേ കൂടി ഇഫക്റ്റീവ് ആക്കാനായിട്ട്, അവരെ കുറേ കൂടി അക്കൗണ്ടബിൾ ആക്കാനായിട്ടുള്ള പുതിയ ചേഞ്ചസ് കൊണ്ടുവരുന്നു. പിന്നെ മെർജേഴ്സ്, അമാൽഗമേഷൻ, ടേക്ക് ഓവേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കോർട്ടിൻ്റെ ബാധ്യത കുറയ്ക്കുക. പിന്നെ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എൻഫ്ര എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും അവരുടെ അക്കൗണ്ടബിലിറ്റിയൊക്കെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നിയമിക്കുക. പിന്നെ നല്ല ഗവർണൻസ് കമ്പനീസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഓരോ കമ്പനിയും സോഷ്യലി, എൻവയോൺമെൻ്റലി, എത്തിക്കലി എത്രമാത്രം റെസ്പോൺസിബിൾ ആവണം എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് നമ്മളുടെ കമ്പനി ലോ 2013 ഒബ്ജക്റ്റീവ്സ്. ഇനി നമ്മുടെ കമ്പനീസ് ആക്ട് 2013 സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പുതിയതായിട്ട് പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1 person കമ്പനി, OPC. അതായത് ഒരാൾക്ക് തന്നെ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ടും ഷെയർ ഹോൾഡറായിട്ടും നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനി ഫോം ചെയ്യാമെന്ന് ഈ പുതിയ ആക്ട് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഓരോ കമ്പനീസും സോഷ്യലി എത്രമാത്രം റെസ്പോൺസിബിൾ ആയിരിക്കണം, എൻവയോൺമെൻ്റലി, എത്തിക്കലി എത്രമാത്രം റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ഊന്നൽ ഈ ഒരു ആക്റ്റിലുണ്ട്. പിന്നെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽസ്, അപ്പലേറ്റ് ട്രൈബ്യൂണൽസ് ഇവരെല്ലാം രൂപീകരിച്ചുകൊണ്ട് നമ്മളുടെ ഈ പറയുന്ന കോർട്ടിൻ്റെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരായിരിക്കും ഏറ്റെടുക്കുക, അപ്പോൾ കോർട്ടിനെ സമീപിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ക്ലാസ് ഓപ്ഷൻ സ്യൂട്ട്സ്, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനും അവരെ നോളജബിൾ ആക്കാനും അവർക്ക് കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാനുള്ള റൈറ്റ്സിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനാണ് ക്ലാസ് ഓപ്ഷൻ സ്യൂട്ട്സ് വന്നിട്ടുള്ളത്. പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഒരു പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ മെമ്പേഴ്സ് മാക്സിമം 200 പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പുതിയ കമ്പനി ആക്ട് 2013 അനുസരിച്ച് നമുക്ക് ക്രോസ് ബോർഡർ മെർജേഴ്സ് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി ഏതെങ്കിലും ഫോറിൻ കമ്പനി ആയിട്ടോ മെർജ് ചെയ്യാം. അത് നമ്മുടെ RBIയുടെ പെർമിഷനോട് കൂടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടും സിംപ്ലിഫൈഡ് പ്രൊസീജിയേഴ്സിലൂടെ അമാൽഗമേഷൻ, മെർജേഴ്സ് ഓഫ് കമ്പനീസ് എല്ലാം സാധ്യമാണ്. കമ്പനിയുടെ ഹോൾഡിങ്സോ സബ്സിഡറീസോ സ്മോൾ കമ്പനീസോ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് മെർജ് ചെയ്യുക അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന കമ്പനീസിലുള്ള ഇൻസൈഡർ ട്രേഡിങ്ങും ഫോർവേഡ് ഡീലിങ്സും പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർസാണ്. അപ്പോൾ അതൊക്കെ ഒരിക്കലും അവിടുത്തെ കീ മാനേജറൽ പേഴ്സൺസിനൊന്നും, ഡയറക്ടേഴ്സിനും അതുപോലെ അവർക്കൊന്നും പർച്ചേസ് ചെയ്യാനുള്ള അധികാരങ്ങൾ ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ്. കാരണം
പ്രത്യേകിച്ചും ഷെയർസിൻ്റെ കോൾ ആൻഡ് പുട്ട്. ഷെയർസിൻ്റെ കോൾ ആൻഡ് പുട്ട് എന്ന് വെച്ചാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഷെയർസ് ആണ്. അതിലൊന്നും അവരെ ഇൻവോൾവ് ചെയ്യിക്കില്ല, അവർക്ക് അതിനുള്ള അവകാശം കൊടുക്കുന്നില്ല. കാരണം അവർ മിക്കവാറും അതിൻ്റെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ അറിയുന്നവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരതിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ടെന്ന് തന്നെയാണ് കമ്പനി ആക്ട് പറയുന്നത്. പിന്നെ നമ്മളുടെ കമ്പനിയിൽ ഓഡിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രിക്റ്റ് റൂൾ ഫോം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയോ ക്രെഡിറ്റേഴ്സിനെയോ ടാക്സ് അതോറിറ്റീസിനെയോ പറ്റിക്കുന്ന രീതിയിൽ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ആ ഓഡിറ്ററിനെ പണിഷബിളാണ്. 1 ഇയർ വരെ ഇംപ്രിസൺമെൻറ്റും 1 lakh to 25 lakh വരെ ഫൈനും ഈടാക്കാറുണ്ട്. പിന്നെ ഒരു ഓഡിറ്റർക്ക് മാക്സിമം 20 കമ്പനീസിൽ ഓഡിറ്റ് ചെയ്യാം. ഒരു കമ്പനിയിലേക്ക് 5 വർഷത്തേക്കാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അത് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 5 വർഷം കഴിഞ്ഞാൽ വേറെ ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഓഡിറ്റർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് March 31 ഓക്കെ. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു കമ്പനി January 1 അതിന് ശേഷമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഇയർ എൻഡിങ് പിന്നത്തെ വർഷം March 31 എൻഡ് ചെയ്യുന്നത്. അതനുസരിച്ച് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഫോം ചെയ്യണം. പിന്നെ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻസ് ഇൻ ആർട്ടിക്കിൾസ്, നമ്മുടെ കമ്പനിയുടെ ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എക്സ്ട്രാ ലീഗൽ സേഫ് ഗാർഡ്സ് ഈ കമ്പനി ആക്ട് 2013 കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളത് പഠിക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഡിഫൈൻഡ്, നമ്മുടെ കമ്പനിയുടെ ഡ്യൂട്ടീസ്, കമ്പനിയിലെ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ്, അവരുടെ ലീഗലായിട്ടും എത്തിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ്, വിശ്വാസത്തിൻ്റെതായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉറപ്പുവരുത്താനുള്ള ഡ്യൂട്ടീസ് കമ്പനീസ് ആക്ട് 2013 വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ സെർവിങ് നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ്, ഓരോ കമ്പനിയും അവരുടെ ബോർഡ് മീറ്റിംഗ് നടത്തുമ്പോൾ 7 ദിവസം മുന്നേ അതിനുള്ള നോട്ടീസ് കൊടുത്തിരിക്കണം. അത് ഇലക്ട്രോണിക് മീൻസിലും അതിനുള്ള എല്ലാ ഡയറക്ടേഴ്സിനും രജിസ്റ്റേർഡായിട്ട് കമ്പനി അഡ്രസ്സിൽ കൊടുത്തിരിക്കണം. പിന്നെ ഈ ബോർഡിൻ്റെ കമ്പോസിഷനിൽ അറ്റ്ലീസ്റ്റ് ഒരു ലേഡി ഡയറക്ടർ ഉണ്ടായിരിക്കണം. പിന്നെ അതിലുള്ള ഒരു ഡയറക്ടർ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് 1 to 82 days ആ ഡയറക്ടർ ആവണമൊക്കെ 1 വർഷം മുന്നേ അവിടെ ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആളായിരിക്കണം. ഇപ്പോൾ ഫോറിൻ കമ്പനീസൊക്കെ ആയിട്ട് അമാൽഗമേറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് ബാധകമായിട്ട് വരും. പിന്നെ ഈ ലിസ്റ്റഡ് കമ്പനീസിലാണെങ്കിൽ അതിൽ 1/3 എങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കമ്പനീസ് ആക്ട് 2013 സൈലൻറ്റ് ഫീച്ചേഴ്സ്.